ടെക്നോസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എൻജിൻ മൗണ്ടിങ് എങ്ങനെ മാറാമെന്നുള്ളതാണ്. എൻജിൻ മൗണ്ടിങ് മാറുന്നത് സ്വിഫ്റ്റിൻ്റെ ആണ്. അപ്പോൾ ആദ്യം മൗണ്ടിങ് അഴിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ആദ്യം എൻജിനെ ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം മുകളിലെ മെയിനായിട്ടുള്ള മൗണ്ടിങ് അഴിക്കുമ്പോൾ എൻജിൻ താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതയല്ല ഡ്രോപ്പ് ചെയ്യും. എൻജിനുമായി മൗണ്ടിങ് ലിങ്ക് ചെയ്യുന്ന ഭാഗത്ത് 2 നട്ടും ഒരു ബോൾട്ടുമാണ് വരുന്നത്. സെൻറ്ററിൽ ബോൾട്ടാണ് ഉണ്ടാവുക. ബാക്കി 2 നട്ടായിരിക്കും ഉണ്ടാവുക. 14 സൈസ് വരുന്നത്. അപ്പോൾ ആദ്യം അത് 3 അഴിച്ച് മാറ്റുക. ലാസ്റ്റത്തെ അഴിക്കുമ്പോൾ തന്നെ എൻജിൻ സ്ലോലി താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. മെല്ലെ സപ്പോർട്ടിങ് ജാക്കിൻ്റെ മുകളിലേക്ക് എൻജിൻ ലോഡ് നിർത്തുക. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു എർത്ത് ലൈന് ഈ മൗണ്ടിങ്ങിൻ്റെ മുകളിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. 10 അതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ അതും കൂടി ലൂസ് ചെയ്ത് ആ വയറ് മാറ്റുക. വിമാനത്തിൻ്റെ മൗണ്ടിങ് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിപ്പോയിരിക്കുകയാണ്. അവിടെ നല്ല എൻജിൻ വൈബ്രേഷൻ ഉണ്ട്. ഫസ്റ്റ് മൂവിങ് തന്നെ അത് നന്നായിട്ട് അറിയുന്നുണ്ട്. അടിയും ശബ്ദമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ മൗണ്ടിങ്ങിൻ്റെ സൈഡില്ല, ബ്ലാക്ക് പീസിന് സൈഡിലായിട്ട് ഒരു 14 നെറ്റ് കാണാം. ബോൾട്ട് കാണാം. 2 സൈഡിലും ഉണ്ട്. 2 എണ്ണമാണ് വരുന്നത്. അപ്പോൾ 2 എണ്ണം അഴിച്ചു മാറണം. ഞാൻ ഓൾറെഡി ഇത് ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ബ്ലാക്ക് പീസ്, സ്വിഫ്റ്റ് കാറുകൾക്കൊക്കെ ഇതുപോലൊരു പീസ് ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് തന്നെ അഴിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ പീസും കൂടി ഒന്ന് അഴിച്ചു മാറ്റി. ഇതിൻ്റെ അടിയിൽ ജസ്റ്റ് ഒരു ചെറിയൊരു പീസ് വരുന്നുണ്ട്. ഒരു മെറ്റലിൻ്റെ പീസ് മൗണ്ടിങ് ആയിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പീസും കൂടി നമുക്ക് അഴിച്ചാൽ മാത്രമേ മൗണ്ടിങ് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പീസിൻ്റെ ബോൾട്ട് വരുന്നത് കറക്റ്റ് ഇതിൻ്റെ അടിയിലാണ്. അപ്പോൾ ഈ ഒരു പീസ് അഴിച്ചു മാറ്റി നമുക്ക് ഈസി ആയിട്ട് അത് അഴിച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് അഴിച്ചു മാറ്റുന്നത്. 3 ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ ഈ പീസ് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതാണ് ആ പീസ്. ഇപ്പം ഇതിൻ്റെ ബോൾട്ടിനെ അഴിക്കുന്നുണ്ട്. അഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരെണ്ണം നമ്മൾ ചേസുമായിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരെണ്ണം മൗണ്ടിങ്ങുമായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ മൗണ്ടിങ് ബോഡിയായിട്ടുള്ള കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ആവും. അതിനുശേഷം നമുക്ക് ഇത് ഈസി ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ഈ പീസ് തിരിച്ച് നമ്മൾ പുതിയൊരു മൗണ്ടിങ്ങിലേക്ക് ഈ ഒരു പീസ് മൗണ്ടിങ്ങിൽ നിന്ന് അഴിച്ചിട്ട് പുതിയ മൗണ്ടിങ്ങിലേക്ക് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു മെറ്റലിൻ്റെ പീസിന് 2 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം അതിലൊരു ഭാഗം ചെറുങ്ങനെ ബെൻഡായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബെൻഡായ ഭാഗമാണ് നമ്മുടെ ചേസിൻ്റെ അടുത്തേക്ക് വെക്കേണ്ടത്. ആ ബെൻഡായ ഭാഗം മാത്രമേ നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മൗണ്ടിങ് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ. ഒരു മൗണ്ടിങ്ങിന് വരുന്ന വില 4000 രൂപയാണ്. ഒറിജിനലിന് മാരുതി സ്വിഫ്റ്റിൻ്റെ ഒറിജിനൽ പീസിന് വരുന്നത് 4000 രൂപയാണ്. ആഫ്റ്റർ മാർക്കറ്റ് അവൈലബിൾ ആണ്. പക്ഷേ ഒറിജിനലാണ് എപ്പോഴും നല്ലത്. ആ ഒരു മെറ്റലിൻ്റെ പീസ് ഞാൻ പഴയതെന്ന് അയച്ചിട്ട് പുതിയതിലേക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈഡ് എപ്പോഴും ആ ഒരു ഭാഗം എപ്പോഴും ശ്രദ്ധിക്കുക. ബെൻഡായിട്ടുള്ളത് ചേസിലേക്ക് വരണം. മാത്രമേ ഞങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ എൻജിൻ മൗണ്ടിങ് അഴിച്ചതിന് ശേഷം ചിലപ്പോൾ എൻജിനൊന്ന് അങ്ങോട്ട് ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ഒന്ന് ശരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു മൗണ്ടിങ് പോയിന്റ് നെട്ടും ബോൾട്ടും വേണ്ട മൗണ്ടിങ് പോയിന്റ് കറക്റ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ഒന്നും കൂടി എൻജിനൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ടൊക്കെ അത് എടുക്കാൻ നോക്കുക. ആ ഹോള് കറക്റ്റാക്കാൻ നോക്കുക. പിന്നെ റോങ് ത്രെഡ് പോവാതിരിക്കാൻ നോക്കുക. ഓവർ ടൈറ്റും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ കൈ കൊണ്ട് മാക്സിമം ടൈറ്റ് ആക്കുക. പക്ഷേ നെറ്റ് പൊട്ടി പോകാതിരിക്കാൻ നോക്കുക. എൻജിൻ്റെ മുകളിലൊക്കെ നെറ്റ് പൊട്ടി കഴിഞ്ഞാൽ അത് റിലീവ് ചെയ്തെടുക്കുകയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നെറ്റ് പൊട്ടാത്ത രീതിയിൽ
ഓവർ ടൈറ്റ് ആവശ്യമില്ല. 120 to 180 ടോർക്കിലൊക്കെ ടൈറ്റ് ചെയ്താൽ മതി മാക്സിമം. ടെക്നോ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ചാനലിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ടെക്നിക്കൽ പരമായിട്ടുള്ള വീഡിയോകളായിരിക്കും. അതിൽ കൂടുതലും വാഹന സംബന്ധമായിട്ടുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഞങ്ങളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയ വീഡിയോകൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാം. നട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി കൺഫേം ആക്കുന്നത് നല്ലതായിരിക്കും. കാരണം ചില സമയത്തൊക്കെ നമ്മൾ വിട്ടുപോകാറുണ്ട് ടൈറ്റ് ചെയ്യാൻ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് റീചെക്ക് ചെയ്യുക, കൺഫേം ആക്കുക എല്ലാം ടൈറ്റാണോ. ചില സമയത്ത് നമ്മളിത് ഈ മൗണ്ടിങ് മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൗണ്ടിങ് കഴിക്കുമ്പോൾ എൻജിൻ ചിലപ്പോൾ താഴത്തേക്ക് ചെറുങ്ങനെ താഴ്ന്നിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ സപ്പോർട്ടിങ് ജാക്കിൻ്റെ മുകളിലേക്ക് ചെറുങ്ങനെ താഴ്ന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ താഴ്ന്ന സമയത്ത് നമ്മൾ പുതിയ മൗണ്ടിങ് ഇടുമ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ടൈറ്റായി എൻജിൻ കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഒരു സാഹചര്യത്തിൽ നമുക്ക് എൻജിൻ കുറച്ച് പൊക്കേണ്ടതോ താക്കേണ്ടതോ ആയിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് പൊക്കേണ്ടതാണെങ്കിൽ കുറച്ച് പൊക്കി കൊടുക്കുക. എന്നിട്ട് മൗണ്ടിങ് കറക്റ്റ് സീറ്റായിട്ടുണ്ട് എന്ന് കൺഫേം ആക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ബ്ലാക്ക് പീസ് നമ്മൾ അഴിച്ചു മാറ്റിയ ആ പീസ് റീഫിറ്റ് ചെയ്യാം. ഇതും കൂടി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻജിൻ സപ്പോർട്ടിങ് ജാക്കിൽ നിന്ന് റിലീസ് ചെയ്യാം. മൗണ്ടിങ് നമ്മൾ മാർക്ക് കഴിഞ്ഞു.